घर से निकलते ही किस दूर चलते ही रास्ते पे है ऋषि का घर कल के सुबह रात मालिक बनाते हो रास्ते पे है इनका घर. ചേട്ടാ സിഗുണ്ടോ? എന്തെന്ന്? സിഗരറ്റ്. എത്രയാടാ ഇന്ത്യയിലും വയസ്സ്? ഞാൻ ഒരു ലൈസൻസ് എടുക്കാൻ വന്നയാ. വീട് ഒരു പുല്ലുമില്ല. ഏടി ഇന്ത്യയിലും വീട്? നിങ്ങൾ എൻ്റെ അച്ഛനാവാൻ നോക്കണ്ട. സാധനം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം കേട്ടാ. അടിച്ച് പിറക്കി കളി ഞാൻ. കേറി മുത്തേ. ഏട്ടാ കയറിന് എത്ര പൈസ? എന്ത് വരും? തൂങ്ങിച്ചാവൻ. നിങ്ങൾ ചൂടായല്ലപ്പാ. എന്തിനാന്ന് പറഞ്ഞാലേ നമുക്ക് കണക്കിന് എടുക്കാൻ പറ്റൂ. എത്ര മീറ്റർ വേണോ? ഒരു 2-3 മീറ്റർ എടുത്തോ. വെച്ചോ, ഒരു 3 മീറ്റർ കയറി കൊടുത്താ. ആ 138 കേട്ടാ. മോനെ, നീ തമാശക്ക് പറഞ്ഞാണെങ്കിലോ ഇന്നത്തെ പിള്ളേർക്കൊന്നും ജീവിക്കാൻ അറിയില്ലടാ. വെറുതെ അതും ഇതും അടിച്ചു കയറ്റി ജീവിതം കളയലേ. അല്ല ഞാൻ തമാശക്ക് പറഞ്ഞാന്ന് നിങ്ങളോടാരോ പറഞ്ഞിനി? കാലൻ എൻ്റെ കയ്യിലുണ്ട്. കാലമെന്നും എന്നെ കണ്ണിറുക്കി കാട്ടണുണ്ട്. എന്നും എന്നും എൻ്റെ അവസ്ഥ നോക്കി ആക്കണുണ്ട്. കുടിച്ച കള്ളതൊക്കെ കെട്ടിറങ്ങി ആകെ മൊത്തം കാലൻ എൻ്റെ കയ്യിലുണ്ട്. കയ്യിലോ ഒരിറ്റ ജീവൻ ബാക്കിയുണ്ട്. കണ്ണിലോ ഇരുട്ട് മൂടി കേറണുണ്ട്. ദൂരെയാ പച്ച ഭൂമി കാണണില്ല ആകെ മൊത്തം കാലൻ എൻ്റെ കയ്യിലുണ്ട്. ഏയ് എന്നാ പറ്റി? ഓരോന്നടിച്ചോ, വേദന പറയൂ. ഏയ് ഇത് നടക്കൂലേ? എൻ്റെ അടുക്കുന്ന വെള്ളം വാങ്ങി കുടിച്ചിട്ട് ഞാനിതുവരെ ആരും കരയാൻ പറ്റിയിട്ടില്ല. ഏയ് മോനെ, ഇത് നടക്കൂല. ഏട്ടാ നിങ്ങൾക്ക് എനിക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? സംശയമാണ്, എന്നാലും പറ. എനിക്ക് മരിക്കണോ? പക്ഷെ ധൈര്യം കിട്ടുന്നില്ല. ധൈര്യമില്ലാത്ത നീ എന്തിനാ ചാകാൻ വന്നിനി? കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞാലോ ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോയിനി. ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല,
ഇവിടെ അത്രക്ക് ഉണ്ടേനു നാട്ടിൽ പ്രാരാബ്ദം. 3 കൊല്ലെടുത്ത് ഇതെല്ലാം തീർത്തൊന്ന് സെറ്റാവാൻ. ഈ 3 കൊല്ലം ഞാൻ കാത്തു നിൽക്കലേനു എൻ്റെ ഓളെ കാണാൻ. ഓളും പറയും വിളിക്കുമ്പോൾ, നിങ്ങൾ വേദി നോക്കി ഞാൻ കാത്തു നിൽക്കലാണ്. ഇന്നലെ രാവിലെ എയർപോർട്ടിൽ വന്നിറങ്ങി ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ ഓളെൻ്റെ ഒരു ചങ്ങായിൻ്റെ വെച്ച് പോയി കളഞ്ഞു. ഓളീ 3 കൊല്ലം ഇതിനു വേണ്ടിയിട്ട് എനിക്ക് കാത്തു നിൽക്കുന്നത്. നായിൻ്റെ മോള് ഞാനെന്തിനാ ജീവിക്കുന്നത്? നാണം കെട്ടിട്ട് ആരെയും മുമ്പിൽ ഇറങ്ങാർക്കാവൂല. അനക്ക് മരിക്കണം. അനക്ക് മരിക്കണം കേട്ടോ. ശോഭ മരിച്ചതിന് ശേഷം എൻ്റെ മോൾക്ക് അച്ഛനും അമ്മയെല്ലാം ഞാൻ തന്നെയാണ്. എൻ്റെ മോൾ എന്നോടൊന്നും പറയാണ്ടിരിക്കില്ല എന്നേനും എൻ്റെ വിശ്വാസം. ഇന്ന് രാവിലെ എനിക്കൊരു എഴുത്ത് എഴുതി വെച്ചിട്ട് ഓള് പോയി കളഞ്ഞു. ഞാനും ബിനുവും തമ്മിൽ ഇഷ്ടത്തിലാന്ന്. ഞാൻ ഓൻ്റെ ഒന്നിച്ച് പോക്കാം. അവർ തമ്മിൽ വേർപിരിയാൻ പറ്റാത്ത വൈകാരിക ബന്ധേനും പോലും. ഇഷ്ടപ്പെട്ടേനും പോയാനൊന്നും എനിക്ക് പ്രശ്നമില്ലടാ. പക്ഷെ അവൾ എന്നോട് പറയാണ്ട് പോയി. അതെനിക്ക് സഹിക്കാൻ പറ്റൂല. ഞാനിനി എന്തിനാണ് ജീവിക്കുന്നത്? അല്ലേട്ടാ, അപ്പം നിങ്ങളും ചാവാൻ ഇറങ്ങിയതാ? നിന്റെ കരച്ചിൽ കേട്ടോണ്ടാന്ന്. അല്ല, ഞാൻ മനസ്സമാനത്ത് മരിച്ചിട്ടുണ്ടാവുന്നു. നിങ്ങൾ എങ്ങനെ മരിക്കാനേനും പരിപാടി? ഞാൻ ടവർ കണ്ട അതിൻ്റെ മുകളിൽ കയറുക, എന്നിട്ട് ഒറ്റത്തുള്ളേ നല്ല സുഖമായിരിക്കും. ഞാൻ അതിൻ്റെ പകുതി വരെ എത്തിനേനു. ബാടാ, നമുക്ക് രണ്ടാൾക്കും അതിൻ്റെ മുകളിൽ കയറാം. രണ്ടാളും കയ്യും പിടിച്ച് ഒറ്റത്തുള്ളേ. ഏട്ടാ, അതിൻ്റെ മുകളിൽ നിന്ന് തുള്ളിയിട്ട് ചാവാണ്ട് കടപ്പിലായിട്ടുണ്ടെന്ന് ചെയ്യാ. എടാ, ജീവിക്കാനേ പേടിക്കണ്ടു, മരിക്കാനെന്തിനാടാ പേടിക്കുന്നത്? ഏട്ടാ, സത്യം പറഞ്ഞാലേ ഞാൻ തൂങ്ങി മരിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറും വാങ്ങിയിട്ടാ വന്നിന്. പക്ഷെ ഇത് കയറ് കുടുങ്ങിയിട്ട് ബേനെടുക്കൂലെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരം. നീ മരിക്കാൻ വന്നിയ മനുഷ്യനെ മെനക്കെടുത്താൻ വന്നിയാ? ജീവിക്കാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ബാക്കി വെച്ചിട്ട് അവൾ പോയിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ മരിക്കൂലേനു. ഇതിപ്പോൾ നാണം കെട്ട് നാട്ടാർ മുമ്പിൽ വേറെ രക്ഷയില്ലാതുകൊണ്ടാണ്. നമുക്ക് കയറും ടവറും ഒന്നും വേണ്ട. ഞാൻ നല്ല വിഷം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് രണ്ടാക്കും കൂടി അടിക്കാം. മരിക്കുമ്പോഴെങ്കിലും എൻ്റെ ഒന്ന് ചിരിക്കാൻ എനക്കൊരു കട്ട കമ്പനി ദൈവം തന്നല്ലോ. എടാ, സാധനം ലേശം ബാക്കിയുണ്ട്. 2 ഗ്ലാസ്സിലും കുറച്ചായിട്ട് ഒഴിച്ചോ. കയ്യിലോ ഒരിറ്റ ജീവൻ ബാക്കിയുണ്ട്. കണ്ണിലോ ഇരുട്ട് മൂടി കേറണുണ്ട്. ദൂരെയാ പച്ച ഭൂമി കാണണില്ല ആകെ മൊത്തം എന്റെ കയ്യിലുണ്ട്. അല്ലേട്ടാ, നിങ്ങളെ പേരെന്തേനു? പേര് ചോദിക്കാൻ പറ്റിയ കറക്റ്റ് സമയം. എൻ്റെ പേര് ബിജു. എൻ്റെ പേര് വിജേഷ്. ഹലോ. ആ,
മോളെ അച്ഛ സോറി അച്ഛ, എനിക്ക് പറ്റിപ്പോയി. എനിക്ക് എന്നാ പറയണ്ടെന്നറിയില്ല. ഇവൻ വെറും കഞ്ചാവാ. ഇവൻ്റെ ഉദ്ദേശം വേറെ അച്ഛ. എനിക്ക് പേടിയാണ്. മോളെന്തിനാ പേടിക്കുന്നത്? അച്ഛനില്ലേ? മോളെ പേടിക്കണ്ട മോളെ. എനിക്കത് മതി അച്ഛ, ഇനി എനിക്ക് പേടിയില്ല. ഒന്നാമത്തെ സെറ്റല്ലേ, പറക്കാം നമുക്ക്. എടാ നാറി, എൻ്റെ അച്ഛൻ ഇനി എൻ്റെ കൂടെ നിൽക്കൂല എന്നുള്ള ഒറ്റ പേടി കൊണ്ടാണ് ഞാൻ ഇത്ര നേരം നീ പറയുന്ന കേട്ട് നിന്ന്. ഇനി എനക്കാ പേടിയില്ല. ചേട്ട നിങ്ങളെവിടെ പോന്ന്? എൻ്റെ മോള് ഓള് വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഇനിയോളം നമ്പാൻ നിൽക്കല? ഇറങ്ങിപ്പോകാൻ നോക്കിയിട്ടൊന്നും അറിയില്ലല്ലോ. ഓള് കാരണല്ലേ നിങ്ങളുടെ ചാവാൻ വന്നിന്. മര്യാദയ്ക്ക് ഫോൺ എറിഞ്ഞ് പൊളിച്ചിട്ടില്ല, എടുത്ത് കുടിച്ചിട്ട് സമാധാനത്തിന് മരിച്ചോ? വെറുതെ പൊട്ടനാര് ജീവിക്കണ്ട. എൻ്റെ മോളൊരു പാവാടാ, ഓള് വരുന്നുണ്ട്. നിങ്ങൾ ഏടിയും പോവില്ല. ജീവിച്ചിരിക്കുമ്പോ ഒരുത്തനെ ചതിച്ച് എന്നിട്ട് മരിക്കാൻ നോക്കുമ്പോ ഒരുത്തനെ ചതിച്ചിട്ട് പോവാൻ ഞാൻ വിടുക. മര്യാദയ്ക്ക് ഇവിടെ കിടന്ന് ചത്തോ, ചത്തിട്ട് പോയാ മതി. മരണം നടന്നുകൊണ്ട് ഇവിടെ മൊത്തം ഹർത്താൽ പോലെയുള്ളത്. പ്രതീക്ഷിക്കാത്ത മരണമല്ലേ. ഇനിയിപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ പറയാൻ പറ്റുമോ ആത്മഹത്യ വന്നോ കൊലപാതകം വന്നല്ലോ. എടാ എന്താ എന്ന് വിവരമുണ്ടാ? എന്തെന്ന് ഈ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നില്ലേ, ഓർക്ക് അറ്റാക്ക് ആവൂലോ. ഓ അറ്റാക്കാ?
നാരങ്ങ വേണോ? മോളെ എൻ്റെ ഇത് ജ്യൂസ് ഉണ്ട്, ജ്യൂസ് ഒഴിച്ചു കൊടുക്കും. വിജേഷിനെ ആളെ മനസ്സിലായ എൻ്റെ മോളാന്ന്. നീ ഒറ്റ ഒരുത്തി അനത്തിന് കാരണോ? ഇല്ല ഇപ്പൊ സമാധാനമായിട്ട് മരിച്ചിട്ടുണ്ടാവുമല്ലോ. അതെ, ഇപ്പം നിങ്ങൾ രണ്ടാളും ജീവിച്ചിരിക്കാൻ കാരണക്കാരി ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി ജീവിക്കാൻ തന്നെയാണ് എൻ്റെയും തീരുമാനം. നിങ്ങൾക്കെന്നാ പറ്റിയേ? കാലം ഇന്നും എന്നെ കണ്ണിറുക്കി കാട്ടണുണ്ട്, എന്നും എന്നും എന്റെ അവസ്ഥ നോക്കിയാക്കണുണ്ട്. കുടിച്ച കള്ളതൊക്കെ കെട്ടിറങ്ങി ആകെ മൊത്തം കാലൻ എന്റെ കയ്യിലുണ്ട്. കയ്യിലോ ഒരിറ്റ ജീവൻ ബാക്കിയുണ്ട്, കണ്ണിലോ ഇരുട്ട് മൂടി കേറുന്നുണ്ട്. കാലൻ എന്റെ കയ്യിലുണ്ട്.